ഇനിയിപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. പുതിയ ജീവിതത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞാല് അല്ല മോളെ കൃഷ്ണ വയറങ്ങ, നമുക്ക് ആ ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് പോവാം. വരൂ. കൃഷ്ണയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വലിയ ഇഷ്ടമല്ലേ? വാ. പ്രാർത്ഥിക്കും മോളെ. വലിയ ശക്തിയുള്ള ദേവിയാ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ദേവി, കൃഷ്ണമോൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതേ. എല്ലാ കാലത്തും അവൾക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം. മാഡം എനിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അതെന്താ അങ്ങനെ വേണമെന്ന് തോന്നി. നീയും എൻ്റെ ഗാഥയെ പോലെ തന്നെയല്ലേ. ഇനിയിപ്പോ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയല്ലേ. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. പുതിയ ജീവിതത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞാല് അല്ല, ഈ ആൾമാറാട്ടത്തിൽ നിന്നൊക്കെ മോചനം കിട്ടി പോവല്ലേ, അതുകൊണ്ട് പറഞ്ഞ. എന്റെ പെറ്റമ്മയാണ്. ആ നിലയ്ക്ക് സ്നേഹിക്കാനുമില്ല അനുഗ്രഹിക്കാനുമില്ല. പക്ഷെ ഇത്രയും ദൂരം പാലിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പ്രസാദം കിട്ടണമെങ്കിൽ കുറച്ചു നേരം കൂടെ കഴിയും. നമുക്കിപ്പോൾ പോയേ പറ്റൂ. അയ്യോ, അത് കുഴപ്പമില്ല. മോളുടെ പേരിൽ ഞാൻ പ്രത്യേക വഴിപാടിനൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നു. ഇതെന്താ സിനി ചേച്ചി? മാമിന്റെ മനസ്സ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. എന്തോ കൃഷ്ണയെ നല്ല ഇഷ്ടോ, അതെനിക്കറിയാം. മോളെ, ഇത് നിനക്കുള്ളതാ. ഒരു ഡ്രസ്സാണ്. എന്താ മാഡം, ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നുണ്ടല്ലോ. ശരിക്കും മാഡത്തിന് എന്താ പറ്റിയത്? ഒന്നുമില്ല. ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതല്ലേ, അതിനുള്ളൊരു നന്ദി പ്രകടനമാണെന്ന് കൂട്ടിക്കോളൂ. പിന്നെ പോകുന്നതിന് മുമ്പ് ഈ ഡ്രസ്സ് ഇട്ട് മോളെ ഒന്ന് കാണണം. അതെന്തിനാ? നമ്മളിവിടുന്ന് നേരെ പൊടിയടുത്തേക്കല്ലേ പോകുന്നേ? പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്, നമുക്ക് അവിടെ ഒന്ന് കയറാം. അപ്പോൾ ഈ ഡ്രസ്സും ചേഞ്ച് ചെയ്യാലോ. അതൊന്നും വേണ്ട മാഡം. വേണം. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ പറയുന്നേ. എല്ലാം കൊണ്ടും നിന്നെ സന്തോഷത്തോടെ യാത്രയാക്കണം എനിക്ക്. എനിക്ക് വലിയ മണ്ടത്തരം പറ്റി. എന്താ? ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, സിത്താര മേഡത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. എവിടെ? ഒന്നുമില്ല, ഒട്ടും മനസ്സിലായിട്ടില്ല. സത്യത്തില് മേഡം ഇതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണോ? അതോ നേരത്തെ പറഞ്ഞ പോലെ നന്ദി കാണിക്കാൻ വേണ്ടി മാത്രമാണോ? നിന്റെ അമ്മ നിന്നെ കൊണ്ട് എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? നിന്നോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് തന്നെയാണ്. ആവശ്യപ്പെട്ടതും അവകാശപ്പെട്ടതും ഒന്നും എനിക്ക് പതിച്ചു തരാൻ പറ്റിയിട്ടില്ല, പറ്റുകയില്ല. പക്ഷെ നിന്നെയും നിന്റെ മനസ്സും എനിക്കറിയാം. മോള് വണ്ടി കയറാം. വാ. സിനി,
ഗാഥ ഇട്ടിരിക്കുന്ന അതേ ഡ്രസ് പാറ്റേൺ തന്നെയല്ലേ ഇത്? മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല മാം, ഞാൻ മോളിക്കുട്ടിയെ കൊണ്ട് ഫോട്ടോ അയപ്പിച്ചിരുന്നു. അത് നോക്കി തന്നെ വാങ്ങിപ്പിച്ചത്. ഒരു മാറ്റവും ഇല്ല. നീ കേറ്. ഒരുങ്ങിക്കഴിഞ്ഞപ്പോ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഓ, എന്ന് വെച്ചാ ഒരുങ്ങിയില്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല. ഏതല്ല, ഇതൊക്കെ നിങ്ങളെ പോലുള്ള ആളുകൾ ശീലിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ എന്തോ വിലപിടിപ്പുള്ള മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെക്കാളും ഭംഗിയുണ്ടെന്ന് തോന്നും. ഇതിനെയൊക്കെ പറയുന്നതേ നാട്ടിൻ പുറത്തുകാരുടെ കോംപ്ലക്സ് എന്നാണ്. കോംപ്ലക്സ്. എഴുന്നേക്ക്, എഴുന്നേക്കാരാ പറഞ്ഞ. അല്ല, ഇതിന്റെ ചുളിവൊന്ന് നേരെയാക്കാനാ. ഹാ, നീയൊക്കെ അങ്ങനെയേ പറയൂ. പക്ഷേ എന്റെ ഡ്രസ്സ് ചീത്തയാക്കാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയല്ലേ നീയും. നാട്ടും പുറത്തുകാരുടെ കോംപ്ലക്സ്. എനിക്കങ്ങനെ ആരോടും കോംപ്ലക്സ് ഒന്നുമില്ല. ഗാഥ നന്നായിട്ട് നടന്നാ ഗാഥയ്ക്ക് കൊള്ളാം, അല്ലാതെ എനിക്കെന്തുവാ? എനിക്കെന്റെ ഓട്ടോ ഓടിച്ചാൽ ജീവിക്കാം, അല്ലേ സുനന്ദേച്ചി? യെസ്, അതാണ്. ഓട്ടോ ഓടിച്ചാലും ജീവിക്കാം. ഓട്ടോ ഓടിച്ചാൽ മാത്രമേ നിനക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. ആ ദരിദ്രവാസിത്തരം കൊണ്ടേ എന്റെ മുന്നിൽ വേഷം കെട്ടാൻ വന്ന് നിൽക്കണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായോ? എന്തിനാ രണ്ടുപേര് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നേ? ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആര്? അവരായിരിക്കും ആ കൃഷ്ണയുടെ തള്ള. അതെ, അമ്മയെ കുറിച്ച് മോശം സംസാരിക്കരുത്. മോശം സംസാരം കേൾക്കാൻ എന്തിനാടി നീയൊക്കെ വന്ന് നിൽക്കുന്നേ? പൊക്കൂടെ എങ്ങോട്ടെങ്കിലും. ചേച്ചി വന്നേ. പോ പോ. നീ റോങ് സൈഡ് വരെ വന്നിട്ട് നിങ്ങളല്ലേ റോങ് സൈഡ് നീ സംസാരിക്കണ്ട. നീ അല്ലേ റോങ് സൈഡ് വരെ വന്നത്? ഇതാർക്കേ? ദാ അങ്ങോട്ടിരിക്കേ. ശാന്തി താരുന്നുണ്ടോ? ശരി. വരുന്ന ആൾക്കൊക്കെ എന്തെങ്കിലും വെള്ളം കൊടുക്കാനൊക്കെ നമ്മൾ സഹായിച്ചോ? ശരി. ഓ ശ്രീനിവാസ് സാറേ, എടുത്തിരിക്കുന്ന മുഹൂർത്തം അല്പനേരേ ഉള്ളൂ. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ്, അവരിപ്പോ തന്നെ എത്തും. പിന്നെന്ത് തടസ്സം?